മനുഷ്യൻ എവിടെ നിന്ന് വന്നു? എവിടേക്കാണ് അവൻ്റെ മടക്കം? എന്താണ് അവൻ്റെ ജീവിത ദൗത്യം? മനുഷ്യ സൃഷ്ടിപ്പിൻ്റെ ആദ്യഘട്ടം മുതൽ അവസാനം വരെ അള്ളാഹു ഖുർആനിൽ വിവരിക്കുന്നുണ്ട്. സൂറത്തുൽ മുഅ്മിനൂനിൽ പറയുന്നുണ്ട്, അവനെ കളിമണ്ണിൻ്റെ സത്തയിൽ നിന്നാണ് നാം അവനെ സൃഷ്ടിച്ചിട്ടുള്ളത്. പിന്നീട് ആ ബീജഗണത്തെ സുരക്ഷിതമായ സ്ഥാനത്തേക്ക് മാറ്റി. തുടർന്ന് അങ്ങോട്ട് മനുഷ്യ ഭ്രൂണത്തിൻ്റെ ഓരോ വളർച്ചയെക്കുറിച്ചും ഖുർആൻ വിവരിക്കുന്നുണ്ട്. ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളും ഖുർആനിൽ കൃത്യമായി തന്നെ വിവരിക്കുന്നുണ്ട്. അള്ളാഹു മനുഷ്യനെ വെറുതെ അങ്ങ് സൃഷ്ടിച്ചതല്ല. അള്ളാഹുവിൻ്റെ ഓരോ സൃഷ്ടിപ്പിന് പിന്നിലും കൃത്യമായ ലക്ഷ്യമുണ്ട്. ലക്ഷ്യബോധമില്ലാതെ കയറുരുവിട്ട കാളകളെ പോലെ മേയാൻ അള്ളാഹു മനുഷ്യനെ അനുവദിക്കുന്നില്ല. അതിനു പകരം അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ച് അവന് നേരായ മാർഗം കാണിച്ചു കൊടുത്ത് സത്യവും അസത്യവും തിരിച്ചറിയാനുള്ള വിവേചന ബുദ്ധി നൽകിക്കൊണ്ട് ആണ് അവനെ വളർത്തിയത്. ശരിയും തെറ്റും മനസ്സിലാക്കാനുള്ള വിവേചന ബുദ്ധി നൽകിയതോടൊപ്പം തന്നെ ശരിയായ മാർഗം കാണിച്ചു കൊടുക്കുവാൻ വേണ്ടി അള്ളാഹു കൃത്യമായ നിർദ്ദേശങ്ങളും നൽകുന്നുണ്ട്. അള്ളാഹു ഖുർആനിൽ പറയുന്നു, തീർച്ചയായും ഈ ഖുർആൻ ശരിയായ മാർഗം കാണിച്ചു കൊടുക്കുന്നു. സത്യവും അസത്യവും തിരഞ്ഞെടുക്കാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം അള്ളാഹു മനുഷ്യന് നൽകിയിട്ടുണ്ട്. സത്യാന്വേഷിയായ മനുഷ്യൻ ഖുർആനിൽ നിന്ന് നേരായ മാർഗം കണ്ടെത്തുന്നു. മനുഷ്യനെ സൃഷ്ടിച്ച അള്ളാഹു അവൻ്റെ കഴിവും പ്രാപ്തിയും അതുപോലെ തന്നെ അവൻ്റെ ന്യൂനതയും കഴിവുകേടുകളും മനസ്സിലാക്കിക്കൊണ്ട് അവനെ ഏറ്റവും നല്ല മനുഷ്യനാക്കി മാറ്റുവാനുള്ള മാർഗനിർദ്ദേശങ്ങളാണ് ഖുർആനിൽ നൽകിയിട്ടുള്ളത്. പരുക്കനായ കാട്ടറബിയെ സംസ്കാര സമ്പന്നനായ മനുഷ്യനാക്കി മാറ്റിയത് ഈ വിചിത്ര വേദഗ്രന്ഥത്തിൻ്റെ വചനങ്ങളാണ്. അത്യപൂർവമായ വിചിത്രമായ വേദഗ്രന്ഥമാണത്. കേവല പാരായണത്തിലൂടെ പ്രതിഫലം നേടിയെടുക്കാമെങ്കിലും അതിൻ്റെ ആശയവും അർത്ഥവും മനസ്സിലാക്കി അതിൻ്റെ ആഴങ്ങളിലേക്ക് ഊർന്നിറങ്ങിക്കൊണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുകയും മനനം ചെയ്യുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ അതിൽ നിന്നും കിട്ടുന്ന അനുഭൂതി വാക്കുകൾക്ക് അതീതമാണ്. ഖുർആൻ ഇറങ്ങിയ മാസമായ റമദാൻ കൂടുതൽ പാരായണം ചെയ്യുകയും അതിൻ്റെ ആശയങ്ങൾ മനസ്സിലാക്കുകയും മനനം ചെയ്യുകയും അതിനെ തദബ്ബുർ ചെയ്യുകയും ചെയ്യുന്നതിലൂടെ സൃഷ്ടാവായ നാഥൻ്റെ അടുക്കലേക്ക് കൂടുതൽ അടുക്കുവാനുള്ള ഒരു അവസരമാകട്ടെ ഈ റമദാൻ എന്ന് പ്രാർത്ഥിക്കുന്നു.